ദില്ലി കേരള ഹൌസിലെ ബീഫ് പരിശോധനയിൽ തെറ്റുപറ്റിയെന്ന് കേന്ദ്ര സർക്കാരും ദില്ലി പോലീസും സമ്മതിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഖേദം പ്രകടിപ്പിച്ചു. നടപടി തെറ്റായിപ്പോയെന്ന് വ്യക്തമാക്കുന്ന ദില്ലി പോലീസിന്റെ സർക്കുലർ പുറത്തിറങ്ങി. വ്യാജ പരാതി നൽകിയ ഹിന്ദുസേന നേതാവിനെ 4 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. കേരള ഹൌസിൽ ഇന്ന് 30 കിലോ ബീഫ് വിളമ്പി. കേരള ഹൌസിലേക്ക് പോലീസ് കയറിയതിൽ എതിർപ്പറിയിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും കത്തയച്ചിരുന്നു. ഇടതുപക്ഷ എംപിമാരും നിരവധി സംഘടനകളും പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഖേദം പ്രകടിപ്പിച്ചത്. പോലീസ് നടപടി തെറ്റായിപ്പോയെന്ന് സമ്മതിച്ച രാജ്നാഥ് സിംഗ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി ചർച്ച നടത്തുമെന്നും അറിയിച്ചു. കേരള ഹൌസിൽ ബീഫ് പരിശോധന നടത്തിയത് തെറ്റായിപ്പോയെന്ന് പരോക്ഷമായി സമ്മതിച്ച് ദില്ലി പോലീസും സർക്കുലർ പുറത്തിറക്കി. മേലിലെങ്കിലും സംസ്ഥാന ഭവനുകൾക്കെതിരെ പരാതി ഉയർന്നാൽ ആദ്യം റെസിഡന്റ് കമ്മീഷണറുമായി ചർച്ച നടത്തി മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാവൂ എന്നാണ് സീനിയർ സ്പെഷ്യൽ കമ്മീഷണർ ദീപക് മിശ്ര പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത്. എന്തായാലും പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഹിന്ദുസേന ദേശീയ അധ്യക്ഷൻ വിഷ്ണുഗുപ്തയാണെന്ന് പോലീസ് പറയുന്നു. അറസ്റ്റിലായ വിഷ്ണുഗുപ്തയെ 4 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. വിഷ്ണുഗുപ്തയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഹിന്ദുസേന പ്രവർത്തകർ കേരള ഹൌസ് പരിസരത്ത് പ്രതിഷേധ ധർണ നടത്തി. झूठी कंप्लेंट उल्टा विष्णु गुप्ता के ऊपर लगाकर उसको जेल भेज दिया गया 4 दिन की कस्टडी में. വിവാദങ്ങളുടെ 3-ാം ദിവസം കേരള ഹൌസ് ക്യാന്റീൻ കൂടുതൽ സജീവമായി. ബീഫ് വിവാദത്തിൽ നിന്ന് തടിയൂരാനുള്ള എല്ലാ വഴികളും അടഞ്ഞതോടെയാണ് കേന്ദ്ര സർക്കാരും ദില്ലി പോലീസും കീഴടങ്ങൽ പ്രഖ്യാപിച്ചത്. ദില്ലി കേരള ഹൌസിൽ നിന്നും PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.